വാഗണാറിന്റെ പെയിന്റിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങി നിങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നാലും ഫുൾ റിവീൽ ചെയ്യാനായിട്ടില്ല, ഇനിയും കുറച്ച് മെയിൻ ആയിട്ടുള്ള പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ തീർത്തിട്ട് ഉടനെ തന്നെ ഒരു ഫുൾ റിവീലിംഗ് വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് കുറച്ചൊക്കെ ഫുട്ടേജ് എന്തായാലും നിങ്ങൾ കണ്ടു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വാഗണാറിൽ ഇപ്പം കറണ്ട് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ 3 ക്യാമറ ഇരിപ്പുണ്ട്. ഒന്ന് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചപ്പോൾ തന്നെ നമ്മൾ റിവേഴ്സ് ക്യാം വെച്ചു. പിന്നെ നമ്മളൊരു ഡാഷ് ക്യാം കയറ്റിയായിരുന്നല്ലോ, അഡാസ് ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചായിരുന്നു ആ വീഡിയോ AOCയുടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറാസ് ഉണ്ട്. അങ്ങനെ മൊത്തം 3 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കൂടെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും നമ്മൾ ഓർത്ത് കുറച്ചുകൂടെ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുക്കണം. കാരണം ഇത്രയും നമ്മൾ മെനക്കെട്ട് പെയിൻറ്റ് ചെയ്ത് ഇറക്കിയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടല്ല, വേറൊരാൾ കൊണ്ടുവന്ന് ഉരച്ചാലും നമ്മുടെ ഈ പ്രൂഫ് വേണ്ടി. ഇപ്പോൾ ഒരു പ്രൂഫ് നമ്മുടെ വീഡിയോ എവിഡൻസ് സെറ്റ് ചെയ്താൽ നമുക്ക് ഈ വൈറ്റ് അലക്കേണ്ട ആവശ്യമില്ല, കൊണ്ട് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഓർത്തു അപ്പം ഈ ക്യാമറയൊക്കെ വർക്ക് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ലൂപ്പ് റെക്കോർഡിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സഡൻ ആയിട്ടുള്ള ഡീസലറേഷൻ ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെയുള്ള റെക്കോർഡാണ്. അപ്പം നമ്മുടെ എന്തെങ്കിലും കാലക്കേട് കൊണ്ടാ നമ്മുടെ ക്യാമറ ആ ഒരു ടൈമിൽ റെക്കോർഡ് ആയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സോ നമ്മൾ പിന്നെയും ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കാനായിട്ട് വേറെ ഒരു DVRും കൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡിജിട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ 70 മൈ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അപ്പോൾ 70 മൈയുടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. അവർക്ക് ഇഷ്ടം പോലെ മോഡൽസ് DVR ഉണ്ട്. എനിക്ക് തോന്നുന്നു മിനി തൊട്ടാണ് അവർ ഈ DVR ഇറക്കി തുടങ്ങിയത്. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ 70 മൈയുടെ AA10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4K HDR ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് പെട്ടെന്ന് അൺബോക്സ് ചെയ്തതിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. എന്നിട്ട് തുറക്കുവാണെങ്കിൽ ഇത് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. അപ്പോൾ മെയിൻ കമ്പാർട്ട്മെൻറ്റ് മിക്കവാറും ഇതായിരിക്കും. യെസ്, ഇത് തന്നെയാണ്. ഇതിനകത്ത് എന്തോ ഉണ്ട്. ഓക്കെ. ഇത് ജസ്റ്റ് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെ, നമ്മുടെ ഡിവൈസ് 2 എണ്ണം ഇതായിരിക്കുമല്ലോ ഫ്രണ്ട്. ഒബ്വിയസ്ലി ഇതായിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ക്യാം വരുന്നത്. ഇത് നമ്മുടെ റിവേഴ്സ് ക്യാം വരുന്നത്. ഇപ്പോൾ റിവേഴ്സ് എപ്പോഴും നമുക്കറിയില്ല, ചെറുതായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ദെൻ ഇതിൽ കുറേ സ്വിച്ചസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബട്ടൺ 1, ബട്ടൺ 2. പിന്നെ ചൈനീസൊക്കെ യൂസർ മാനുവൽ നോക്കിയാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലായിരിക്കും ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ കണ്ടോ ആ ഒരു ടേപ്പ് സംഭവങ്ങൾ, വയറുണ്ടല്ലോ, അത് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രിമ്മിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറ്റി വിടണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്യുപ്മെൻറ്റ്. ഓക്കെ, ഇത് നമ്മുടെ റിവേഴ്സിലോട്ടുള്ള ആ ഒരു കണക്ഷൻ കൊടുക്കുന്ന കേബിളായിരിക്കണം. പിന്നെ അതിൽ എത്ര വലുതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, നമ്മുടെ അല്ലാത്ത C കേബിൾ. C കൂടാതെ നമ്മുടെ നോർമൽ ഒരു ഇങ്ങനത്തെ ഒരു ചാർജിങ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്, പ്ലസ് നമ്മുടെ ആ ഒരു സാധനം. അപ്പം നമ്മുടെ മെയിൻ സ്പെക്കുകളിലേക്കാണല്ലോ ഇനി നമുക്ക് കടക്കേണ്ട. കാര്യം ഇതിൻ്റെ വില സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 18,000 19,000 ആ ഒരു റേഞ്ചിലാണ് വില. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു എമൗണ്ട് മുടക്കി ഇതാരെങ്കിലും മേടിച്ച് വെക്കുമോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ബട്ട് എന്നാലും ഞാൻ പറയാം, ആ ഒരു എമൗണ്ട് മുടക്കുന്ന ആൾക്ക് എന്തായാലും വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 2000-3000 റേഞ്ച് തൊട്ട് ഡാഷ് ക്യാംസ് അവൈലബിൾ ആണ്. അത് പക്ഷേ ഡാഷ് ക്യാം എന്നുള്ള പർപ്പസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സ്പെക്കിലേക്ക് കിടക്കുക. മെയിൻ സ്പെക്ക് ഇതിൻ്റെ ഈ ഒരു മെയിൻ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ 4K ഇമേജ് വിത്ത് HDR, അതുപോലെ തന്നെ സോണി സ്റ്റാർവിസിൻ്റെ സെൻസർ പറയുന്നുണ്ട്. അപ്പം മെയിനായിട്ട് പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ 70 മൈക്ക് ഇഷ്ടംപോലെ മോഡൽ ഡാഷ് ക്യാം ഉണ്ട്. ഇതിന് ബാക്കിൽ ഇവർ ഇറക്കിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ AA00 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന AA10 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിക്ചർ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അവർ കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയെന്ന് വെച്ചാൽ സോണി സ്റ്റാർവിസിൻ്റെ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 4K റെക്കോർഡിംഗ് ആണ് കേട്ടോ ഫ്രണ്ട് വരുന്നത്. ബാക്ക് വരുമ്പോഴത്തേനും 1080p ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഈ 4K റെക്കോർഡിംഗ് കിട്ടുമ്പോഴത്തേനും നിങ്ങൾക്ക് 30 FPS ആയിരിക്കും റെക്കോർഡിങ്. 60 FPS ആണ് റെക്കോർഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിൽ 1080p റെക്കോർഡ് ചെയ്താൽ അതിലും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കി കേട്ടോ, ഇത് ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഞാൻ നോക്കിയപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരാൾ എഴുതിയിട്ടേക്കുന്ന ഒരു റിവ്യൂ ഞാൻ കണ്ടാണ്. അതായത് നമ്മൾ നോർമൽ കേസിൽ ഇങ്ങനെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ടണലിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്നുള്ളൊരു വ്യത്യാസമാണല്ലോ ആ ഒരു ലൈറ്റ് കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ പോലും സഡൻ ആയിട്ടത് അത് സെൻസ് ചെയ്ത് ലൈറ്റിൻ്റെ ആ ഒരു എക്സ്പോഷറൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ഈ ഒരു 70 mAh ഈ ഒരു ഡാഷ് ക്യാമിന് പറ്റും. കാരണം HDR ഉള്ളതുകൊണ്ട്. ദെൻ അടുത്ത മെയിൻ AI മോഷൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ഇത് പക്ഷേ ഹാർഡ്വെയർ കിറ്റ് വെച്ചിട്ടാണ് സപ്പോർട്ട് ആവുന്നത്. ഇത് ഇവരെന്തിനാണ് വെച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടി ഇട്ടിട്ട് പോയി, ഓക്കെ, നമുക്ക് റെക്കോർഡിങ് എപ്പോഴും കിട്ടുന്ന എപ്പോഴാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണല്ലോ. ഇപ്പം നിങ്ങൾ വേറൊരു സിറ്റുവേഷൻ ആലോചിക്കുക,
നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി, ഇത് ഏതെങ്കിലും പിള്ളേർ ആരെങ്കിലും വന്നിട്ട് ഒരു കല്ലെടുത്ത് വരച്ചാലൊന്നും നമ്മൾ അറിയുന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു AI മോഷൻ ഡിറ്റക്ഷൻ വെച്ചിട്ട് വണ്ടിയുടെ ക്യാമറ രണ്ടും റിവേഴ്സും ഫോർവേഡും ഒരേ സമയത്ത് ഓൺ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാര്യം ഇവർ സെൻസീവാണ്, AI വെച്ചിട്ട് സെൻസീവാണ്. അതായത് വണ്ടിയുടെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നാൽ ക്യാം ഓൺ ആക്കുന്നൊരു പരിപാടിയാണിത്. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ റെക്കോർഡിംഗ് സപ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഡാഷ് ക്യാം എല്ലാം നമ്മുടെ ആ ഒരു ഫൂട്ടേജസ് റെക്കോർഡ് ആകുമ്പോഴത്തേനും സിംഗിൾ ആയിട്ടുള്ളൊരു ഫോൾഡറിലേക്കായിരിക്കും നമ്മുടെ ഫ്രണ്ടിലത്തെയും അതുപോലെ തന്നെ ബാക്കിലത്തെയും വ്യൂസ് പോയിട്ട് റെക്കോർഡ് ആകുക. പക്ഷേ ഇതിനകത്ത് ബോത്ത് ഫ്രണ്ടിനും റിയറിനും വേണ്ടി സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫൂട്ടേജ് തപ്പിയെടുക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൂട്ടേജസ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ റിവ്യൂവിൽ കണ്ടൊരു കാര്യമാണ്, ഇപ്പം നോർമൽ ഒരു 4K ക്യാമിൻ്റെ ഔട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 70mm ഒരു നൈറ്റ് വിഷൻ ഔട്ട് കിഡിലാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ഇവർ മെയിനായിട്ട് ഫോക്കസ് സംഭവം എന്താ പറയുക, നമുക്ക് റിയറിലായിക്കോട്ടെ ഫ്രണ്ടിലായിക്കോട്ടെ വരുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്ത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ സാധനം ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് എന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടച്ച് അല്ല, ബട്ടൺസ് ആണ് വരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ റിയർ ക്യാമിൻ്റെ വിഷ്വലാണ്. നിങ്ങൾക്ക് അത് ഫ്രണ്ട് ക്യാം ആക്കണമെന്നത് ആദ്യത്തെ ഈ സ്വിച്ചാണ്. അതിനുശേഷം ഇത് വരുന്നത് നമ്മൾ വീഡിയോ റെക്കോർഡിങ്. ഇത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ആൽബത്തിലേക്ക് പോകാനായിട്ടുള്ളത്. ദെൻ ഇവിടെ ആയിട്ടാണ് സെറ്റിങ്സ് വരുന്നത്, വീഡിയോ സെറ്റിങ്സ്, സിസ്റ്റം സെറ്റിങ്സ്, ഫോർമാറ്റ്, പാർക്കിംഗ് സെക്യൂരിറ്റി, ഇതുണ്ട് സ്മാർട്ട് ട്രാവൽ. നമ്മുടെ ADAS ഫംഗ്ഷൻ വരുന്നുണ്ട്, ലെവൽ 1, അതായത് കൊളീഷൻ വാർണിംഗ്, അതുപോലെ തന്നെ ലെയിൻ ഡിപ്പാർച്ചർ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. സൗണ്ട് സെറ്റിങ്സ്, പിന്നെ നമുക്ക് 70mm ആപ്പ് നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് ഒക്കെ നോക്കാൻ പറ്റും. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ്, ഫാക്ടറി റീസെറ്റ്, എബൌട്ട്, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതുണ്ട്, ഇപ്പം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെച്ചപ്പോഴേ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഡിഫോൾട്ടിൽ പോയിട്ട് സെറ്റിങ്സ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണം. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ, ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടോ, ചെറിയൊരു 3" ഡിസ്പ്ലേയും കാര്യങ്ങളെ വരുന്നുള്ളൂ, ടച്ച് അല്ല, ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു ക്യാം ഓൺ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിയർ ക്യാം ഓൺ ആവുന്നതായിരിക്കും. ഇത് ഓഫ് ആകുമ്പോൾ അത് ഓഫ് ആവും, ഇതിങ്ങനെ ലിങ്ക്ഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു, 18,000-19,000 റേഞ്ചിലൊക്കെയാണ് നമ്മുടെ സൈറ്റുകളിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡിജിട്രോണിൻ്റെ സൈറ്റിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ആമസോണിൽ കിട്ടും കേട്ടോ സാധനം. അപ്പോൾ കയറി ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വിലയാണ്, നിങ്ങളിത് മേടിക്കില്ലെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാധനം മേടിച്ച് വെച്ചാൽ ആ ഒരു കാശിൻ്റെ പണി എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് തോന്നിയ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.